കഴിഞ്ഞ ദിവസം ന്യൂസ് 18 പ്രേക്ഷകരിലേക്ക് എത്തിച്ച ഒരു വാർത്തയായിരുന്നു. കാസർഗോഡ് ചാലിങ്കാലിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയമായ രീതിയിലുള്ള പ്രവൃത്തികൾ നടക്കുന്നു എന്നുള്ളത്. അശാസ്ത്രീയമായ മണ്ണെടുപ്പ് മേഖലയിൽ നടക്കുന്നതിനാൽ അവിടെയുള്ള ജനജീവിതങ്ങളെ അത് സാരമായി ബാധിക്കുന്നു, അപകടക്കെണിയിലാക്കുന്നു. അതിനാൽ തന്നെ അവിടെയുള്ള ജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തേക്ക് എത്തിയ കാഴ്ചകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു ആ മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ലഭ്യമായത്. ഈ കരാർ കമ്പനി മണ്ണെടുപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഡിജിറ്റൽ സർവേയിൽ കണ്ടെത്തിയത് ഞെട്ടിപ്പിക്കുന്ന വസ്തുതകളാണ് എന്നുള്ളതാണ്. റവന്യൂ അധികൃതരുടെ നേതൃത്വത്തിൽ നടത്തിയ സർവേയിൽ 2 ഏക്കർ 80 സെന്റ് സ്ഥലത്ത് നിന്ന് അനധികൃത മണ്ണെടുപ്പെന്ന് കണ്ടെത്തിയിരിക്കുന്നു. പ്രദേശത്ത് 9 മീറ്റർ താഴ്ചയിലേക്ക് വെള്ളക്കെട്ടുണ്ടെന്നും വ്യക്തമായിട്ടുണ്ട്. സർവേ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും. സർക്കാർ കമ്പനിയായ മേഘയ്ക്ക് ജിയോളജി വകുപ്പ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. റവന്യൂ, ജിയോളജി വകുപ്പുകളുടെ അനുമതിയില്ലാതെ കരാർ കമ്പനി മണ്ണെടുപ്പ് നടത്തിയ പെരിയ ചാലിങ്കാലിൽ താലൂക്ക് സർവേയർ അജന്തകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഡിജിറ്റൽ സർവേയിൽ 2 ഏക്കർ 80 സെന്റ് സ്ഥലത്ത് നിന്ന് 9 മീറ്റർ താഴ്ചയിലേക്ക് വെള്ളക്കെട്ടുണ്ടെന്ന് വ്യക്തമായി. വെള്ളക്കെട്ടിന് മുകളിൽ 9 മീറ്റർ ആഴം കണ്ടെത്തിയതിനാൽ ഇവിടെ മണ്ണെടുത്തുണ്ടായ ആഴത്തിന്റെ അളവ് ഇതിലും കൂടുതലായിരിക്കും എന്നാണ് സർവേ സംഘത്തിന്റെ നിഗമനം. തടാകത്തിന് സമാനമായ രീതിയിൽ വെള്ളം നിറഞ്ഞ് വീടുകളിലേക്ക് ചെളിവെള്ളം ഒഴുകിയെത്തിയതോടെ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് ജനങ്ങളുടെ കണ്ണുവെട്ടിച്ചുള്ള മണ്ണുകൊള്ളയുടെ വിവരം പുറത്തുവരുന്നത്. സർവേ സംഘം നൽകുന്ന റിപ്പോർട്ട് ഹോസ്ദുർഗ് തഹസിൽദാർ ജില്ലാ കലക്ടർക്ക് സമർപ്പിക്കും. ഇതേസമയം ഇവിടെ പരിശോധന നടത്തിയ ജിയോളജി വകുപ്പ് 3 ദിവസത്തിനകം വിശദീകരണം ആവശ്യപ്പെട്ട് കരാർ കമ്പനിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്.